സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ് ലഹരി മാഫിയ. ദിനംപ്രതി ലഹരിയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ തന്നെ വലിയ തോതിൽ ലഹരി പിടികൂടി എന്ന വാർത്തകളും ഇടം പിടിക്കുന്നുണ്ട്. ലഹരിയിൽ മയങ്ങി അമ്മയെന്നോ കൂട്ടുകാരനെന്നോ ബന്ധുക്കളെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ അച്ഛനെന്നോ ഒന്നും ഭേദമില്ലാതെ നടത്തുന്ന അക്രമങ്ങളുടെ വാർത്ത അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ലഹരി പിടിയിൽ അമർന്നിരിക്കുകയാണ് കേരളം. കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി വേട്ടയിൽ ഡ്രഗ് ഡീലർമാർ പിടിയിലായി എന്ന വാർത്ത ഇന്ന് പുറത്തുവന്നു. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകുന്ന ബംഗാൾ സ്വദേശിയായ അഹിന്ദ മണ്ടേൽ, സുഹേൽ ഷെയ്ഖ് എന്നിവരെയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത് 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ്. പിടിയിലായതാകട്ടെ 2 വനിതകൾ. ഇതൊന്നുമല്ലാതെ കഞ്ചാവ് കൃഷിയുടെ വിവരവും ഇന്ന് പുറത്തുവന്നു. കൊല്ലം ഓച്ചിറയിലാണ് വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്നും ലഹരിവേട്ടയ്ക്ക് അറുതിയില്ല. വിവിധ ജില്ലകളിൽ MDMAയും കഞ്ചാവും പോലീസും എക്സൈസും കസ്റ്റംസും ചേർന്ന് പിടികൂടി. എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? അഹിന്ദ മണ്ടേൽ, സുഹേൽ ഷെയ്ഖ് എന്നിവരാണ് പോളിടെക്നിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത്. പിടിയിലായ അനുരാജ് സുഹേലിന് പണം കൈമാറിയ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ലഹരിവേട്ട തുടരുകയാണ്. 5 കോടി വിലമതിക്കുന്ന 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി വിമാനത്താവളത്തിൽ പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച രാജസ്ഥാൻ സ്വദേശി മാൻവി ചൗധരി, ഡൽഹി സ്വദേശി സാന്തി എന്നിവരെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഓച്ചിറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. 38ഓളം കഞ്ചാവ് ചെടികളും വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 10 കിലോ കഞ്ചാവുമാണ് എക്സൈസ് കണ്ടെത്തിയത്. ഓച്ചിറ മേമനയിൽ മനീഷ് ഭവനത്തിൽ മനീഷ് മോഹന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് തോട്ടവും കഞ്ചാവും പിടികൂടിയത്. അങ്കമാലി തിരുനായത്തോട് ലഹരി മാഫിയ സംഘം DYFI യൂണിറ്റ് സെക്രട്ടറിയെയും പ്രദേശത്തെ യുവാക്കളെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയതാണ് ആക്രമണത്തിന് കാരണം. കോഴിക്കോട് പേരാമ്പ്രയിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ച യൂത്ത് ലീഗ് നേതാവ് പിടിയിലായി. നെച്ചാട് സ്വദേശി അനസ് വാളൂരിനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം പറവൂരിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഒഡീഷ സ്വദേശിയെ എക്സൈസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടും ക്ലീൻ സ്റ്റേറ്റുമൊക്കെ സജീവമാണ്. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പ്രതികളെ പിടികൂടുന്നുമുണ്ട്. പക്ഷേ ലഹരിയുടെ വരവിന് ഒരു കുറവുമില്ല. ആര് തടയിടും ഈ ലഹരി മാഫിയയ്ക്ക്? കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.